രാജേഷ് കുമാർ പറയുന്നു, തണുത്ത പ്രഭാതത്തിന്റെ മന്ദമാരുതൻ തഴുകി കിളിയുടെ ആരവങ്ങളോടെ രണ്ടുപേർക്കും കടലോളം സ്നേഹത്തോടെ പ്രഭാതവന്ദനം. രാജേഷ് അബുദാബിയിൽ നിന്നാണ് കാണുന്നത്. താങ്ക് യു. സജീവിറ്റി പറയുന്നു, ഞങ്ങളുടെ ഒന്നും കമന്റ് വായിക്കില്ലെന്ന്. അങ്ങനെ പറയല്ലേ. സുധിലാൽ ഒരു ജന്മദിനം അറിയിക്കുന്നുണ്ട്. ആനന്ദ്ലാലാണ് മകൻ. അപ്പോൾ നമ്മുടെ PCR ശ്രദ്ധിക്കുക. ചന്ദ്രൻ പി, ചിപ്പി ബേബി, ഏഞ്ചൽ മരിയ, ടെക് വീഡിയോ, രവികുമാർ PB താമസിച്ചു വന്നു എന്ന് പറയുന്നു. നിസാം കൊല്ലം. ആരിഫ് ഹാഷ്മി കളത്തൂർ നേരത്തെ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയകളിൽ നമുക്ക് അല്പം കൂടി വിനയാന്വിതരാവാം എന്ന് പറയുന്നു. മാന്യമായ ഭാഷയിൽ സംസാരിക്കാം, ആരെയും മുറിപ്പെടുത്താതെ ആനുകാലിക ചർച്ചകളിൽ ഇടപെടാം, നിലവാരമുള്ള സംഭാഷണ കലയും മാന്യമായ ഭാഷയും അടയാളപ്പെടുത്താൻ ശ്രമിക്കാം എന്നൊരു ആശയം അത് മുന്നോട്ട് വെക്കുന്നുണ്ട് ആരിഫ് ഹാഷ്മി കളത്തൂർ. വെരി ഗുഡ്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ പലപ്പോഴും ഫേക്ക് ID ഉണ്ടാക്കും. നമ്മളെ ആരും അറിയില്ല എന്നൊരു ധൈര്യത്തിൽ ആരെയും എന്തും പറയാം. പിന്നെ അസഹിഷ്ണുത, ഒരു കമന്റ്, ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ താഴേക്ക് മുഴുവൻ നെഗറ്റീവ് കമന്റ് ഇടുക. ഇപ്പോൾ പലരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തിനാണ് നമ്മുടെ സമയം ഇങ്ങനെ നെഗറ്റീവ് എനർജിക്ക് വേണ്ടി? നമ്മുടെ ശരീരത്തെ ഒരുപാട് ബാധിക്കും. നിസാം കൊല്ലം പറയുന്നുണ്ട്, ഞങ്ങളുടെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല. അങ്ങനെ പറയല്ലേ പ്ലീസ്. സൗദി അറേബ്യയിൽ ഇപ്പോൾ സമയം 4 മണിയായി. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം മാത്രം പോയി കിടന്നുറങ്ങുക. വിഷ്ണുദാസൻ, മിനി ബാബു, രജിത് KS, തോമസ് മാത്യു, ഫൈസൽ, അങ്ങനെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നമുക്ക് അടുത്ത വാർത്ത കൂടി കൊടുക്കാൻ നേരമാവുന്നു. കോഴിക്കോട് നിന്നും അഭിജിത്ത് മുഴക്കുന്ന് പങ്കുവെക്കുന്ന വാർത്തയിലേക്കാണ്. കോഴിക്കോട് ലഹരിമരുന്ന് കേസിൽ പിടിയിലായ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോഴും ലഹരിമരുന്നിന്റെ ഉറവിടം, കണ്ണികളിലെ പ്രധാനികൾ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങൾ തേടുകയാണ് ഇതിന്റെ ലക്ഷ്യം. കാരന്തൂരിൽ നിന്നും 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ ടാൻസാനിയ പൗരന്മാരായ ഡേവിഡ് എൻറ്റമി, അഡ്ക ഹരുണ എന്നിവരടക്കം 5 പേരാണ് ഇതുവരെ പിടിയിലായത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ടാൻസാനിയക്കാരുൾപ്പെടുന്ന ഒരു ലഹരി സംഘം, അതെങ്ങനെയാണ് അത്തരത്തിലൊരു സംഘം അവിടെ വന്നത്? ഇതിന്റെ ഉറവിടം എവിടെയാണ്? ടാൻസാനിയ ആണോ അതോ മറ്റേതെങ്കിലും പ്രദേശമാണോ? ഇതൊക്കെ സംബന്ധിച്ച് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണ, ഇന്നലെയാണ് പഞ്ചാബിൽ നിന്ന് ഈ പ്രതികളെ കുന്നമംഗലം സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഈ 2 പേരിൽ ഒതുങ്ങില്ല ഈ ലഹരിക്കടത്തിന്റെ ശൃംഖല എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത്, അതായത് ഇതിന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ വർഷം ആദ്യം ജനുവരി 21-ന് കാരന്തൂരിലെ ഒരു ഹോട്ടലിൽ വെച്ച് നടന്ന പരിശോധനയിൽ 221 ഗ്രാം MDMA-യുമായി 2 പേരെ പിടികൂടുന്നു. തുടർന്ന് അവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന മുഹമ്മദ് ഷമീൽ എന്നയാളിലേക്ക് എത്തുന്നത്. അയാൾ മൈസൂരിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്വേഷണ സംഘം മൈസൂരിലെത്തി ഇയാളെ പിടികൂടുന്നു. ഇയാളെ പിടികൂടിയപ്പോഴാണ് ഇതിൽ 2 വിദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ പഞ്ചാബിലുള്ള ഈ ഡേവിഡിലേക്കും അഡ്കയിലേക്കും അന്വേഷണം കൊണ്ടുപോയി എത്തുന്നത്. ഇവരെ അവിടെ എത്തി കേരള പോലീസ് പഞ്ചാബിലെത്തി ഇവരെ 2 പേരെയും പിടികൂടുന്നു. ഇവർ ടാൻസാനിയക്കാരാണ്. കേവലം 20ഉം 21ഉം വയസ്സ് മാത്രം പ്രായമുള്ള 2 പേരാണ് ഇവർ അവിടെ പഠിക്കുകയായിരുന്നു. ഏതായാലും ഇവർ 2 പേരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എങ്ങനെയാണ് ഇവരുമായി ബന്ധം, അതായത് ഈ മലയാളികളുമായി എങ്ങനെയാണ് ഇവർക്ക് ബന്ധം, ഏത് രീതിയിലാണ് ഈ ലഹരി ഇടപാട് ഇവർ കേരളത്തിൽ നടത്തുന്നത്, കൂടുതൽ പേർ ഇതിൽ കണ്ണികളായിട്ടുണ്ടോ, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എവിടെയാണ്, ഇത്തരം ഈ MDMA ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഉറവിടം ഉണ്ടാകും, ഒരു കേന്ദ്രം ഉണ്ടാകും, അതെവിടെയാണ് തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പോലീസ് ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും കൃഷ്ണ ചോദിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് ഉടൻ തന്നെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പോലീസ് കർശനമായ പരിശോധന നടത്തുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫലം കൂടിയാണ് ഇത്തരത്തിൽ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും മുഖ്യ കണ്ണികളിൽ തന്നെ 2 പേരെ പിടികൂടാനായി എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഈ ലഹരിക്കടത്ത് തടയുന്നതിൽ പോലീസിന് നിർണായകമായ ഒരു വഴിത്തിരിവ് കൂടിയായേക്കും. ക്രിസ്റ്റീന. ശരി അഭി, എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടുപിടിച്ച് വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. അഭിജിത്ത് മുഴക്കുന്നാണ്. ഇനി നമ്മൾ പോകുന്നത് ശബരിമലയിലേക്കാണ്. അവിടെ എനിക്ക് തോന്നുന്നു എ വി ജയശങ്കർ തയ്യാറായി നിൽപ്പുണ്ട് അല്ലെ? ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. അപ്പോൾ അവധി ദിവസമായി ഇന്ന് വലിയ ഭക്തജന തിരക്കോടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മീനമാസ പൂജകൾക്കായിട്ടാണ് ഇപ്പോൾ നട തുറന്നിരിക്കുന്നത്. ഫ്ലൈ ഓവറിലൂടെയും ബലിക്കല്ലിന് മുന്നിലെ പുതിയ പാതയിലൂടെയും ഭക്തരെ കടത്തിവിടുന്നു. അപ്പോൾ അത് സുഗമമായി പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക കൂടിയാണ് ലക്ഷ്യം. അപ്പോൾ സന്നിധാനത്ത് നിന്ന് എ വി ജയശങ്കർ ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജയശങ്കർ. എന്തായാലും കഴിഞ്ഞ ദിവസം അവിടെ എത്തി. മീനമാസ പൂജകൾക്കായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ്, ഒരുപാട് പേര് വരുന്ന ദിവസമാണ്. എന്തൊക്കെ തരത്തിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്?
പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ശബരിമലയിൽ മീനമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തന്നെ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. ഒപ്പം മലയാളികളും ഇന്ന് അവധി ദിവസമാണ്, ശനിയാഴ്ചയാണ്, എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പുതിയ ക്യൂ സിസ്റ്റം എന്തായാലും ശബരിമലയിൽ നടപ്പിലാക്കിയത്. എന്തായാലും ആ ക്യൂ സിസ്റ്റത്തിൻ്റെ ഒരു ഫലം ഇന്ന് അറിയാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു. നിലവിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന ഫ്ലൈ ഓവറിലൂടെയും ഒപ്പം തന്നെ ഈ ബലിക്കലിന് സൈഡിലൂടെ പുതിയ പാതയിലൂടെയും രണ്ട് വഴികളിലൂടെയും ആളുകളെ കടത്തിവിടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം IG ശ്രീജിത്ത് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് തിരക്ക് കൂടിയാൽ ഈ ബലിക്കലിന് മുന്നിലൂടെ മാത്രം ആളുകളെ കടത്തിവിടാനാകില്ല, വലിയ പ്രതിസന്ധി അക്കാര്യത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് വഴിയിലൂടെയും ആളുകളെ കടത്തിവിടുമെന്നാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞത്. വലിയ തോതിലുള്ള ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പുതിയ ക്യൂ സംവിധാനത്തെക്കുറിച്ചും അത് ഏതെങ്കിലും തരത്തിൽ പാളിച്ചുകൊണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ 24-നോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് പറഞ്ഞു. IG ശ്രീജിത്ത് പറഞ്ഞിരുന്നു തിരക്ക് കൂടിയാൽ ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കേണ്ടി വരും പഴയതുപോലെ. അപ്പോൾ നമ്മുടെ കണക്കൂട്ടലൊക്കെ അതുപോലെ പോകുന്നുണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ പാളിച്ചുണ്ടോ? പാളിച്ചെന്നുള്ളതല്ലോ, ഞങ്ങളിപ്പോൾ ഇവിടെ വരുന്ന ഭക്തർക്ക് പരമാവധി ദർശന സൗഭാഗ്യം കൊടുക്കണം. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് ബോർഡ് നടത്തുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ മാസം 1-ാം തീയതിയാണ്, സ്വാഭാവികമായും വലിയ തിരക്ക് വരും. അപ്പോൾ നമ്മൾ രണ്ട് രീതി ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. കൊടിമരച്ചോട്ടിൽ കൂടി നേരിട്ട് നമ്മൾ ദർശനം കൊടുക്കുന്നുണ്ട്, ഫ്ലൈ ഓവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തിരക്ക് കൂടുന്ന സമയത്ത് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊടിമരച്ചോട്ടിൽ കൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ പരിശ്രമം. അതിനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊടിമരച്ചോട്ടിൽ കൂടി പോകുന്ന ഭക്തർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ദർശന ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ തിരക്ക് കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് മറ്റൊരു കാര്യവും കൂടി നമുക്ക് ഈ ഫ്ലൈ ഓവറും കൂടി ഉപയോഗിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ശ്രമം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. അതായത് ഭക്തർക്ക് പരമാവധി ദർശനം ലഭ്യമാക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഈ ബലിക്കലിന് മുന്നിലൂടെ ഉള്ള പുതിയ ക്യൂ സംവിധാനം അതുപോലെ തുടരും. ഒപ്പം തന്നെ തിരക്ക് കൂടിയാൽ ഫ്ലൈ ഓവർ സംവിധാനം കൂടി ഉപയോഗിക്കും. അങ്ങനെ അത്തരത്തിൽ പരമാവധി ഭക്തർക്കുള്ള ദർശനം, അതിനുള്ള രീതിയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭക്തനും ദർശനം ലഭിക്കാതെ മടങ്ങില്ല. ഈ ബലിക്കലിന് മുന്നിലൂടെ പോകുന്ന ഉള്ളിലേക്ക് നേരിട്ട് കയറുന്ന ഭക്തർക്ക് കുറച്ചധികം നേരം ദർശന സമയം കിട്ടുമെന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. 10 മുതൽ 25 സെക്കൻഡ് വരെ ആയിരിക്കും അത്തരത്തിൽ ഒരു ദർശന സമയം കിട്ടുക. എന്തായാലും നിരവധി ആളുകൾ ഇവിടെ ദർശനത്തിന് വേണ്ടി വന്നിരിക്കുന്നുണ്ട്. കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. പുതിയ രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, ഞാൻ മണ്ണാർക്കാട് നിന്നാണ്. നല്ല തിരക്കുണ്ടോ? തിരക്ക് നല്ല തിരക്കാണ്, നല്ല തിരക്കുണ്ട്. ദർശനം കിട്ടിയോ? ദർശനം കറക്റ്റായിട്ട് കിട്ടി. അതാണ് ആളുകൾ പറയുന്നത്, നല്ല തിരക്കുണ്ട് പലർക്കും. പക്ഷേ പുതിയ സംവിധാനം വന്നതോട് കുറച്ച് എളുപ്പത്തിൽ ദർശനം ലഭിക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി. എ വി ജയശങ്കറാണ് സന്നിധാനത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഈ പുതിയ രീതിയിലുള്ള ദർശന ക്രമീകരണം അത് ഭക്തർക്ക് സമ്മാനിക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ സമയം അവിടെ തൊടാനുള്ള ഒരു അതോടൊപ്പം തന്നെ അയ്യപ്പനെ നേരിട്ട് കാണാനുള്ള സമയം കൂടുതലായി കിട്ടും. ഏതാണ്ട് ഒരു 20 സെക്കൻഡ് ഒരാൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ക്രമീകരണം. അത് തിരക്കുള്ള സമയത്ത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്, ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയത്. അതെ, പരമാവധി പേർക്ക് ദർശനം കൊടുക്കുക. അതുപോലെ നമ്മുടെ വിഷ്ണു പ്രസാദ് പറയുന്നു, എൻ്റെ അച്ഛനും അമ്മയും നിർമ്മല പ്രസാദ് 2 പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർമ്മലാൻറ്റി, പ്രസാദെങ്കിൽ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് കടക്കാം. നമുക്ക് അറിയുന്നത് പോലെ ഇത് പുണ്യ റമദാന്റെ കാലമാണ്. വിശ്വാസികൾ പ്രാർത്ഥനയോടുകൂടി കഴിയുന്ന സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോവാം. റമദാൻ വിശേഷം. എന്തായാലും പ്രത്യേക സ്നേഹവും അനുഭൂതിയും ഒക്കെയാണ് റമദാൻ കാലം വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവുമായ സി മുഹമ്മദ് ഫൈസി കൂടി പറയുന്നുണ്ട്. സൗദിയിലെ ദമാമിലെത്തിയ മുഹമ്മദ് ഫൈസി 24-മായി സംസാരിക്കുകയായിരുന്നു. സുബൈർ ഉദ്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുണ്യങ്ങൾ പൂക്കുന്ന പരിശുദ്ധ റമദാൻ കാലം വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത് പ്രത്യേക സ്നേഹവും അനുഭൂതിയുമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും കൂടിയായ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമിടയിൽ സൗഹൃദത്തിന്റെ പാലം തീർക്കാൻ ഈ മാസത്തിലൂടെ കഴിയണമെന്നും അദ്ദേഹം വിശ്വാസികളോട് പറഞ്ഞു. പ്രത്യേകമായ ഒരു അനുഭൂതിയും സ്നേഹവുമാണ് ഈ റമദാനിൽ മനസ്സിൽ കടന്നു വരുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇടയിൽ
ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒരു പാലം പണിയാൻ മലയാളികൾക്ക് പ്രത്യേകം കഴിയണം. മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു സ്നേഹം രൂപപ്പെടുത്താൻ തീർച്ചയായും ഈ പരിശുദ്ധ റമദാനിൽ കഴിയും. സൗഹൃദവും പരസ്പര സ്നേഹവും സമ്പത്തിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടുള്ള ഐക്യദാർഢ്യവുമെല്ലാം ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. റമദാൻ കാലം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സൗഹൃദവും സമാധാനവും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുമാണ്. അതിനൊരു പ്രചോദനമായി മാറുകയാണ് ഈ പരിശുദ്ധ റമദാൻ. പരിശുദ്ധ റമദാൻ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സൗഹൃദവും സമാധാനവും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയുമാണ്. കാരണം ഉള്ളവനും ഇല്ലാത്തവനും മണിക്കൂറുകളോളം ഭക്ഷണം കഴിക്കാതെ സന്ധ്യാസമയത്ത് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പട്ടിണി കിടക്കുന്നവരുടെ പ്രയാസങ്ങൾ കഴിവുള്ളവന് സന്ധ്യയാകുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടുകയാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടവനാണ് എന്നൊരു ചിന്ത രൂപപ്പെടുന്നത്. അങ്ങനെ ആരും പറയാതെ തന്നെ പാവങ്ങൾക്ക് ഗുണം ചെയ്യണമെന്ന ഒരു ചിന്ത റമദാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ജനതയായി വിശ്വാസികൾ മാറുകയാണ്. അതിനുള്ള പ്രചോദനം പരിശുദ്ധ റമദാനാണ്. റമദാനിലെ രണ്ടാമത്തെ 10 ഏറെ ശ്രേഷ്ഠമുള്ളതാണെന്നും പ്രാർത്ഥനാഭരിതരാകാൻ പ്രവാസ ലോകത്തെ വിശ്വാസ സമൂഹം സജ്ജരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് കർത്താവായ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. അതാണ് ഈ 10 ദിവസത്തിൽ വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാഹു നമുക്ക് മാപ്പ് തരണമെങ്കിൽ നാം മറ്റുള്ളവർക്ക് മാപ്പ് നൽകണം. ആ ഒരു മനസ്സ് ഉണ്ടാകുമ്പോൾ മാത്രമേ സ്നേഹം രൂപപ്പെടുകയുള്ളൂ. അതാണ് മഗ്ഫിറത്ത് അല്ലെങ്കിൽ പാപമോചനം. മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾ നാം മാപ്പ് കൊടുത്താൽ ഏറ്റവും വലിയ അള്ളാഹു നമുക്ക് മാപ്പ് തരും. ഇതാണ് രണ്ടാമത്തിൻ്റെ സന്ദേശം. സുബൈറുദ്ദീനൂർ 24 ദമാം. അതാണ് അങ്ങനെ സ്നേഹത്തിന്റെ ആ സന്ദേശം. അത് തന്നെയാണല്ലോ ഈ കാലം അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്തൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വാർത്ത പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ചെറിയ ഇടവേളെടുക്കുന്നു. നമ്മുടെ കുട്ടൻ TS ചോദിക്കുന്നു, എന്റെ കമന്റിനോട് എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തോ വായിക്കുന്നില്ല എന്ന്. എല്ലാ ദിവസവും കമന്റ് അയക്കുന്നുണ്ടെന്ന് പറയാം, പക്ഷെ ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പൊ കുട്ടൻ TS, ഉദയ്സാനു, അബ്ദുൾ റസാഖ്, സുരേഷ് ബാബു PS, റീന സതീശൻ, മെൽബിൻ, മുഹമ്മദ് നിസാമുദ്ദീൻ, രഘുനന്ദൻ, ലേഖ ജയൻ, രമേശ്, അങ്ങനെ ഒരുപാട് പേര് നമുക്ക് കമന്റുകൾ അയക്കുന്നുണ്ട്. നമ്മൾ മനോഹരമായ പ്രകൃതിയിലൂടെ ഇങ്ങനെ പ്രകൃതിയെയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ പക്ഷി മൃഗാദികളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രേക്ഷകർക്കും ഈ കാഴ്ച കാണാം. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് പൂർത്തിയാവുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് നടക്കാൻ ഇറങ്ങുന്നവരെയൊക്കെ കാണാം. ഒപ്പം തന്നെ നമ്മൾക്ക് വാർത്തകളിലേക്ക് കൂടെയൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അഭിജിത്ത് വീണ്ടും ഒരു വാർത്തയുമായി നിൽക്കുകയാണ്. കോഴിക്കോട് ബാലുശ്ശേരിയിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള പരിശോധന കഴിഞ്ഞ് തിരികെ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റത്. തലയാട് സ്വദേശികളായ അനൂപ്, സജീവൻ, സണ്ണി എന്നിവർക്കെതിരെയാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അപ്പോൾ ഈ ബാലുശ്ശേരിയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. ഈ അതിഥി തൊഴിലാളികളുടെ സ്ഥലത്തേക്കാണ് എക്സൈസ് സംഘം എത്തിയത്. അവരെ കയ്യേറ്റം ചെയ്തു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ സംഭവം നടന്നത് എപ്പോഴാണ്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണിത്. ഈ ലഹരി തടയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന എക്സൈസും പോലീസും ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ എക്സൈസ് സംഘം ബാലുശ്ശേരി തലയാടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ ഒരു പരിശോധന നടത്തി. അത് പൂർത്തിയായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തലയാട് തന്നെയുള്ള ഒരു 3-അംഗ സംഘം ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തി വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നത്. അവർ ഈ ഉദ്യോഗസ്ഥരെ പിടിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴുത്തിന് പിടിച്ച് തള്ളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾക്ക് അല്പം പരിക്ക് പറ്റിയിരുന്നു. ഈ എക്സൈസ് സംഘത്തിലുള്ള ഒരാൾക്ക്. അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നാണ്. അദ്ദേഹം താമരശ്ശേരി ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ 3 പേർക്കെതിരെ ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. തലയാട് സ്വദേശികളായ അനൂപ്, സജീവൻ, സണ്ണി എന്നിങ്ങനെയാണ് ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ. നിലവിൽ അവർക്കെതിരെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ബാലുശ്ശേരി പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രജിൻ.
യെസ്, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. ഇനി നമുക്ക് 2 പേർക്ക് കൂടെ ബർത്ത്ഡേ വിഷ് പറയാനുണ്ട്. നമ്മുടെ ആനന്ദ് ലാലിന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ റോസിയുടെയും ബർത്ത്ഡേ ആണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ആനന്ദ് ലാൽ ആൻഡ് ഡിയർ റോസി. ഇനി കൊണ്ടാ കായിക ലോകത്തേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ പുതിയ കിരീടാവകാശികളെ എന്നറിയാം. രാത്രി 8 മണിക്ക് നടക്കുന്ന കലാശപ്പോരിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ ചരിത്രം ആവർത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ്. 1-ൽ പിഴച്ചാൽ 3 എന്ന ചൊല്ലിൽ വിശ്വാസമർപ്പിച്ച ഫൈനൽ നിർഭാഗ്യം മാറ്റാൻ ഡൽഹി ക്യാപിറ്റൽസ്. WPLലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖമെത്തുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം പ്രതീക്ഷിച്ച ക്രിക്കറ്റ് ആരാധകരും. ലീഗ് റൗണ്ട് കഴിഞ്ഞപ്പോൾ മുന്നിലെത്തിയ 2 ടീമുകൾ തന്നെയാണ് കലാശക്കളിയിലും കൊമ്പ് കോർക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 3 തോൽവിയും ഉൾപ്പെടെ ഡൽഹിക്കും മുംബൈക്കും 10 പോയിന്റ്. മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി തുടർച്ചയായ 3-ാം സീസണിലും ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ മുംബൈക്ക് എലിമിനേറ്ററിൽ ഗുജറാത്ത് ജയൻസിനെതിരെ ജയിക്കേണ്ടി വന്നു കലാശക്കളിക്ക് ടിക്കറ്റ് എടുക്കാൻ. താരത്തിളക്കത്തിലും കളത്തിലെ പ്രകടനത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും താരങ്ങൾ. റൺവേട്ടക്കാരിലെ ആദ്യ 5-ൽ 2 വീതം താരങ്ങളുണ്ട് ഇരു ടീമുകളുടെയും. ഇതുവരെ 493 റൺസ് നേടിയ മുംബൈ ഇന്ത്യൻസിന്റെ നാറ്റ് സീവർ ബ്രണ്ടാണ് 1-ാം സ്ഥാനത്ത്. ഒരു സീസണിൽ ആദ്യമായി 400 റൺസ് പിന്നിട്ട താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് താരത്തിന് 500 റൺസ് എന്ന നാഴികക്കല്ലിലെത്താനും അധികം റൺ വേണ്ട. മുംബൈയുടെ തന്നെ ഹെയ്ലി മാത്യൂസ് 304 റൺസോടെ 3-ാം സ്ഥാനത്തുള്ളപ്പോൾ ഡൽഹിയുടെ ഷഫാലി വർമ്മ 300 റൺസോടെ 4-ാം സ്ഥാനത്തും മേഗ് ലാനിങ് 263 റൺസോടെ 5-ാം സ്ഥാനത്തുമുണ്ട്. ബൗളിങ്ങിലേക്ക് വന്നാൽ വീണ്ടും മുംബൈ ആധിപത്യമാണ്. 17 വിക്കറ്റ് എടുത്ത ഹെയ്ലി മാത്യൂസ് ആണ് പർപ്പിൾ ക്യാപ് ലിസ്റ്റിൽ 1-ാമത്. 16 വിക്കറ്റോടെ അമേലിയ കെർ സ്വന്തം ടീമേറ്റിന് കനത്ത വെല്ലുവിളി നൽകുന്നു. 11 വിക്കറ്റ് വീതമുള്ള ജസ് ജോനാസിനും ശിഖ പാണ്ഡെയുമാണ് ഡൽഹി ബൗളിങ്ങിന്റെ കരുത്ത്. രണ്ട് മലയാളി താരങ്ങൾ മുഖാമുഖമെത്തും ഈ ഫൈനലിൽ, അതും വയനാട് മാനന്തവാടിക്കാർ. ഡൽഹി ക്യാപിറ്റൽസിന്റെ മിന്നുമണിയം, മുംബൈ ഇന്ത്യൻസിന്റെ സജന സജീവനം. കന്നിക്കിരീടമാണ് ഇരുവരുടെയും ലക്ഷ്യം. നേർക്കുനേർ കണക്കുകളിൽ നേരിയ മുൻതൂക്കം ഡൽഹിക്കുണ്ട്. ആകെയുള്ള 7 പോരാട്ടങ്ങളിൽ ഈ സീസണിലെ 2 ഉൾപ്പെടെ 4 മത്സരങ്ങളിൽ ജയം. 2023 ഫൈനലിലെ 7 വിക്കറ്റ് വിജയം ഉൾപ്പെടെ 3 മത്സരങ്ങളിൽ മുംബൈ ജേതാക്കളായി. ചരിത്രമാവർത്തിച്ച 2 തവണ ജേതാക്കളാകുന്ന ആദ്യ ടീമെന്ന പുതുചരിത്രം എഴുതാൻ ഹർമൻപ്രീത് കൗറിന്റെ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുമ്പോൾ കണക്ക് തീർത്ത കന്നിക്കിരീടം ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് മേഗ് ലാനിങ്ങിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. അപ്പോ മുംബൈ ആണോ ഡൽഹി ആണോ കപ്പെടുക്കാൻ പോകുന്നത് നമുക്കറിയാം അല്ലേ? അതറിയാം. പക്ഷെ നമ്മൾ രണ്ടുപേരും ചെന്നൈ ആരാധകരാണ്. പക്ഷെ ഇന്നിപ്പോ വനിതാ പ്രീമിയർ ലീഗ് കഴിയുന്നു, അതോടുകൂടി എല്ലാം തിരികാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇതാ ഒരാഴ്ച കഴിഞ്ഞാൽ IPL പൂരമാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ക്രിക്കറ്റ് ആരവത്തിൻ്റെതാണ് അല്ലേ? ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നെ അല്ലാതെ 6-ാം കിരീടം അടിക്കാൻ പോവുകയാണെന്ന് പറയാം. നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ തലയുമൊക്കെ അല്ലെ ധോണിയൊക്കെ ഇറങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തവണ കപ്പ് ചെന്നൈക്കാണ്. മറ്റ് ടീമുകൾ സനൂപ് ഉൾപ്പെടെയുള്ളവർ നമ്മളെ ഇടിച്ചു കൊല്ലും. അപ്പോ നമ്മുടെ സുരേഷ് ബാബു പറയായിരുന്നു, നമ്മുടെ കുമ്പളങ്ങിയില് കവര് മനോഹരമായ കാഴ്ച, ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോ നിങ്ങളും ഇതൊന്ന് കവർ ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ? കവർ ചെയ്യാം. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. അത് സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടേഴ്സ് സമരത്തിലേക്ക് എന്നൊരു വാർത്തയാണ്. തിങ്കളാഴ്ചക്കുള്ളിൽ സ്റ്റൈപ്പൻഡ് ലഭിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും എന്നാണ് ഡോക്ടേഴ്സിന്റെ മുന്നറിയിപ്പ്. സമരത്തിന്റെ ആദ്യപടിയായി ഇന്നലെ സൂചനാ സമരം നടത്തി ഡോക്ടേഴ്സ് പ്രതിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് PG ഡോക്ടേഴ്സിന്റെ ഈ പ്രതിഷേധ സമരം.
ഏറ്റവും കൂടുതൽ PG ഡോക്ടേഴ്സുള്ള മെഡിക്കൽ കോളേജും കോഴിക്കോടാണ്. എല്ലാ മാസവും ആദ്യ ആഴ്ച അതല്ലെങ്കിൽ 10-ാം തീയതിക്കുള്ളിൽ സ്റ്റൈപ്പൻഡ് എന്നതായിരുന്നു ഇവർക്ക് ലഭിച്ച ഉറപ്പ്. എന്നാൽ ഈ മാസം ഇതുവരെ ലഭിച്ചിട്ടില്ല. വർക്ക് ചെയ്തതിൻ്റെ കൂലിയാണ് ചോദിക്കുന്നത്, അല്ലാതെ അഡ്വാൻസ് ആയിട്ടുള്ള പേയ്മെൻ്റ് ഒന്നുമല്ല. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് പോലും ഞങ്ങൾക്ക് കൃത്യസമയത്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കും ഫാമിലി ഉണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ഇതിൻ്റെ ഇടയിൽ പഠിത്തവും കൂടി നടക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കിനും അതിൻ്റേതായ പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടാവും. തിങ്കളാഴ്ചയ്ക്കുള്ളിൽ സ്റ്റൈപ്പൻഡ് ലഭിച്ചില്ലെങ്കിൽ OP ബഹിഷ്കരണം ഉൾപ്പെടെ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. നിലവിൽ ഡോക്ടേഴ്സ് ക്ഷാമം നേരിടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സമരം കൂടുതൽ പ്രതിസന്ധിയിലാക്കും. 24 കോഴിക്കോട്. അതാണ് നമ്മുടെ ജോസ്വിൻ പറയുന്നു, എന്റെ മകൻ ജെയ്വിൻ ഒരു ഹായ് പറയുന്നു. അപ്പം ജെയ്വിൻ മോനെ ഹായ്. നമ്മുടെ മിജോ ഉണ്ട്, നീതുവിനെ ഇന്ന് കാണുന്നില്ല, എവിടെ പോയോ എന്തോ. അതുപോലെ തന്നെ ജെഫി പറയുന്നു ടെക്സസിൽ നിന്നാണ് കാണുന്നത്, എല്ലാ ദിവസവും കാണുന്നുണ്ട്, അവര് സന്തോഷമാണ് നമ്മളെ കാണുന്നത് എന്ന് പറയുന്നു, സന്തോഷം. രമേശ് S, പവിത്രൻ പാതിരപ്പറ്റ, അബ്ദുള്ള CK ഒക്കെ കമന്റ്സ് പറയുന്നുണ്ട്. എബു ബിജുകുമാർ, ജോമോൻ, രാകേഷ് R പിള്ളെ, മോനിഷ, പിന്നെ സജീവ് VT. ഞാൻ ഒരിക്കലും കമന്റ് പറഞ്ഞതാ. ദാഹല്യ വസന്തം പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞനുജന്റെ പിറന്നാളാണ്, ബേബി ധ്രുവിക് എന്നാണ് പേര്, ബേബി ധ്രുവിക്. അപ്പോ ധ്രുവിക് മോന് എല്ലാ പിറന്നാൾ ആശംസകളും നേരുകയാണ്. നമ്മുടെ നവമി ചന്ദ്രൻ ഇന്ന് എൻ്റെ അമ്മ ജൂലി KPയുടെ പിറന്നാളാണ്. അപ്പോൾ ജൂലി KP നമ്മുടെ നവമിയുടെ അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും. മുംബൈ കപ്പടിക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഈ കാര്യത്തിൽ മുംബൈ കപ്പടിച്ചോട്ടെ, പക്ഷെ മെയിൽ ഞങ്ങൾ ചെന്നൈ കപ്പടിക്കും. നമ്മുടെ പ്രൊഡ്യൂസർ സനൂപ് അവിടെ ശരിവെക്കുന്നുണ്ട്, ഇത്തവണ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ സനൂപ് പറഞ്ഞിരിക്കുന്നത്. ഷഫീർ മണ്ണാർക്കാട് വന്നിട്ടുണ്ട്. സുനിൽകുമാർ, ആന്റണി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. അത് നല്ലൊരു ഐഡിയ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. തോമസ് കുട്ടി, റാഫി, സുജിത, അങ്ങനെ ഒരുപാട് പേര് കമന്റ്സ് അയക്കുന്നുണ്ട്. അരുൺ രാജ് പറയുന്നു, ഡോക്ടേഴ്സിന്റെ സമരം കാണിക്കുന്ന നിങ്ങൾ നഴ്സസിന്റെ സമരത്തിന് ഈ സപ്പോർട്ട് കാണിക്കാറില്ലല്ലോ, അതെന്താ 24 ടീം അതെങ്ങനെ അങ്ങനെ പറയും? നഴ്സുമാരുടെ സമരം ചെയ്തപ്പോൾ നമ്മൾ അത് കൃത്യമായി റിപ്പോർട്ടുകൾ ഒന്നിനെ പിറകെ ഒന്നായി അത് നൽകിയതുമാണ്. അനിശ്ചിതകാല സമരം അത് ഈ പറയുന്നത് പോലെ ആശുപത്രിയിൽ നടത്തിയപ്പോഴും ഒക്കെ നമ്മൾ അവിടെ പോയി അവരുടെ പ്രതികരണമൊക്കെ എടുത്ത് റിപ്പോർട്ടുകളായി നൽകിയതും ഒക്കെയാണ്. നമ്മുടെ നിഷാദ് മുത്തു നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ജെൻസ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും മുംബൈ ഇന്ത്യൻസ് തന്നെ എടുക്കുമെന്ന്. എടുത്താൽ മതി. അത് എന്താ ഐഡിയ എന്തായിരുന്നു? നിഷാദ് മുത്തു ചിലപ്പോ KV സനൂപിന്റെ വ്യാജ ഐഡിയ ആയിരിക്കാം അത്. കാരണം പാവമാണെങ്കിൽ ബ്രസീലും തോറ്റു ലോകകപ്പിൽ, ഇങ്ങനെ ആകെ ടെൻഷനിലും സമ്മർദ്ദത്തിലും ഒക്കെ നമ്മുടെ ലാലേട്ടൻ സനൂപ്. ഇത് വൈബിൻ വില്ല എന്ന് പറയുന്ന ഒരു ഐഡിയ ഒരു കമന്റ് വരുന്നു. പ്രജിൻ ചേട്ടാ മാത്രമേ ഉള്ളൂ, ചേച്ചിക്ക് കൂടിയാണേ. ഇന്ന് +1 എക്സാം ഉണ്ട്, എക്സാം ആണ്, ഒരു സോങ് ആയാലോ എന്ന് പറയുന്നു. സോങ് ഇല്ല, നമുക്ക് ആശംസകൾ പറയാം. അല്ല, പരീക്ഷകൾ പോയി പരീക്ഷ നന്നായിട്ട് പോയിട്ട് കുട്ടികൾ എഴുതി വരട്ടെ. അപ്പൊ എല്ലാ വിജയാശംസകളും. അപ്പം നമ്മുടെ നീതു ജോർജും എത്തിയിട്ടുണ്ട്. അപ്പൊ നീതു ഹായ്, ഗുഡ് മോർണിംഗ്. സൗദി അറേബ്യയിലെ യാംബുവിൽ നിന്നും സുപ്രഭാതം പറയുകയാണ് റിയാസ്. അപ്പോൾ സുപ്രഭാതം ഇവിടെ നിന്നും. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാൻ നമുക്ക് നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി. കയ്യേറ്റ ഭൂമിക്ക് ലഭിച്ചിരിക്കുന്ന രേഖകളുടെ പരിശോധനയും സർവേ നടപടികളും ഒരേ സമയം പുരോഗമിക്കുകയാണ്. പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് നൽകിയിരിക്കുന്ന പെർമിറ്റുകളും പരിശോധിക്കുന്നുണ്ട്. പരുന്തുംപാറയിൽ കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തിയ മഞ്ചുമല വില്ലേജ് ഉൾപ്പെട്ട 441 പീരുമേട് വില്ലേജിലെ 534 എന്നീ സർവേ നമ്പറുകളിലുള്ള ഭൂമിയുടെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ മേൽനോട്ടത്തിൽ ഡിജിറ്റൽ സർവേയും പുരോഗമിക്കുന്നുണ്ട്. 15 അംഗ റവന്യൂ സംഘവും 3 സർവേ ടീമുകളുമാണ് ഈ പരിശോധന നടത്തുന്നത്. കയ്യേറ്റമെന്ന് സംശയിക്കുന്ന 27 കേസുകൾ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ട്. വയലേഷൻ ഓഫ് 163 BNSS. പിന്നെ എൻക്രോച്ച്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി അവിടെ ഒരു 15 മെമ്പർ ടാസ്ക് ഫോഴ്സ് അവിടെ ഉണ്ട്. പിന്നെ 3 സർവേ ടീംസും ഉണ്ട്. സോ അവർ മൺഡേ തൊട്ട് ആ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ സബ് കളക്ടർക്കാണ് ആ ചുമതല കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡിജിറ്റൽ സർവേൻ്റെ DD കൂടി അവിടെ ഉണ്ട്. സോ എവറി ഡേ എല്ലാ റെക്കോർഡ്സും എടുത്ത് അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് എൻക്രോച്ച്മെൻറ്റ് ഉണ്ട് നമുക്ക് കണ്ടെത്തുമ്പോൾ അവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടി ഉണ്ടാവും. യെസ്, നമുക്ക് അടുത്ത റിപ്പോർട്ട് ഇവിടെ പെട്ടെന്ന് പോവാം. കാസർഗോഡ് കുമ്പളയിൽ 15 വർഷം മുൻപ് നിർമ്മിച്ച യക്ഷഗാന കലാകേന്ദ്രത്തിനായി ചെലവഴിച്ച മുഴുവൻ പണവും സർക്കാർ നൽകിയില്ല എന്ന് പരാതി ഉയർന്നിരിക്കുന്നു. നിർമ്മാണ സമയത്ത് നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്ന അനന്തപ്പയ്യയുടെ ഭാര്യയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 2010
കുമ്പളം മുജുങ്കാവിൽ യക്ഷഗാന കലാകേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. യക്ഷഗാന കലാരൂപത്തെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള പഠന പരിശീലന കേന്ദ്രം, ഗവേഷണത്തിനുപയോഗിക്കാവുന്ന ലൈബ്രറി, യക്ഷഗാന പരിപാടികൾക്കായുള്ള ഹാൾ എന്നിവയായിരുന്നു കലാകേന്ദ്രം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഈ കെട്ടിട നിർമ്മാണത്തിനായി രൂപീകരിച്ച സമിതിയുടെ കൺവീനറായിരുന്നു കുമ്പള സ്വദേശി അനന്തപൈ. 40 ലക്ഷത്തിലധികം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ചപ്പോൾ സർക്കാർ ആദ്യ ഗഡുവായി 20 ലക്ഷം രൂപ നൽകി. കെട്ടിട നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായി. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് എത്തിയതോടെ സർക്കാർ ഫണ്ട് നിലച്ചു. സിമന്റ് ഉൾപ്പെടെ വാങ്ങിയ കടകളിൽ നിന്ന് നൽകാനുള്ള പണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ കൺവീനറായിരുന്ന അനന്തപൈ മഞ്ചേശ്വരം MLA ഉറപ്പിനെ തുടർന്ന് സ്വന്തം ഭൂമി വിറ്റ് കടം വീട്ടി. ഇതിനിടെ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അനന്തപൈ മരിച്ചു. പിന്നീട് സർക്കാർ ഫണ്ട് ലഭിച്ചില്ലെന്നും നിലവിൽ 12 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നുമാണ് അനന്തപൈയുടെ കുടുംബത്തിൻ്റെ പരാതി. അനന്തപൈയുടെ ഭാര്യ വിനോദിനി പരാതി നൽകിയതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയും കുടുംബത്തിന് അനുകൂലമായി ഉത്തരവിറക്കി. പക്ഷേ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രഷറിയിൽ നിന്ന് പണം അനുവദിക്കുന്നില്ലെന്ന് മകൻ സുധീർ പൈ. കോടതിയിൽ നിന്ന് നമുക്ക് പൈസ തരാൻ ഓർഡർ ആയിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ട് ഇതുവരെ അത് പൈസ നമുക്ക് തന്നിട്ടില്ല. എക്സ്പെൻഡിച്ചർ വൗച്ചർ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അത് ഓപ്പൺ വാല്യുവേഷൻ ആയിട്ട് എടുത്തതാണ്. PWDയും നിർമ്മിതിയും വാല്യുവേഷൻ എടുത്തിട്ടാണ് ആ പൈസ 5,03,000 രൂപ തരാൻ ഓർഡർ ആയത്. തുളുനാടിൻ്റെ യക്ഷഗാന കുലപതി പാർത്തി സുബ്ബയുടെ സ്മരണയ്ക്കായി പണിത കെട്ടിടം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പരിപാലിക്കാൻ കുമ്പള പഞ്ചായത്ത് തയ്യാറാവുന്നില്ലെന്ന സങ്കടവും ഈ കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. 24 കാസർഗോഡ്. യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്കിന്റെ സമയം ഏതാണ്ട് പൂർത്തിയാവുകയാണ്.